നമസ്കാരം. 2025 ജനുവരി മാസം 29-ാം തീയതി മുതൽ ആരംഭിക്കുന്ന ലൂണാർ കലണ്ടർ അനുസരിച്ച് നമ്മുടെ വീടിൻ്റെ ഓരോ ദിക്കുകളിലും ഏതൊക്കെ രീതിയിൽ നമുക്ക് കറക്റ്റ് ചെയ്യണം എന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റ് നമ്മൾ വടക്ക് പടിഞ്ഞാറ് വരെ ആയിട്ടുണ്ട്. ഇനിയും 2-3 ദിക്കുകളും കൂടെ നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കാനുണ്ട്. ഇന്ന് നമുക്ക് നോക്കാം, വടക്ക് ദിക്കിനെ കുറിച്ചായിരിക്കും നമുക്കിന്ന് വിശദമായിട്ട് നോക്കാൻ പറ്റുക. അപ്പോൾ ഈ വരുന്ന വർഷത്തിൽ വരുന്ന കറക്ഷൻസൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്തുകൊണ്ട് അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. സാധാരണ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷി അനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ വരുന്ന 20 വർഷത്തെ കറക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും നമ്മുടെ വീടുകളിൽ സെറ്റ് ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ വർഷത്തിലും വരുന്ന മാറ്റമനുസരിച്ച് ഓരോ ദിക്കുകളിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തുകയാണെങ്കിൽ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടുവാൻ വളരെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഓരോ ദിക്കുകളിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇപ്രാവശ്യം വടക്ക് ദിക്കിനെക്കുറിച്ചാണ് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നത്. വടക്കെന്ന് പറയുന്നത് 7-5 എന്നുള്ളൊരു കോമ്പിനേഷനാണ് വടക്ക് വരുന്നത്. എല്ലാവർക്കും അറിയാം, 7 എന്ന് പറയുമ്പോൾ ഒരു റോബറി സ്റ്റാറാണ്, 5 എന്ന് പറയുന്നത് ഇൽനസ് സ്റ്റാർ. അപ്പം വടക്കിൻ്റെ അവസ്ഥ ഇപ്പം 2025 എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അല്ലേ. നമുക്ക് ഒത്തിരി എന്താ പറയുക, ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ വടക്ക് ദർശനമുള്ള വീട്ടുകാർക്കൊക്കെ ഒത്തിരി പ്രോബ്ലംസൊക്കെ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ആക്സിഡൻ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് ഈ കോടതി കേസുകളുണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്ത കയ്യിൽ നിന്ന് കാശ് നഷ്ടപ്പെട്ടു പോകാനുള്ളൊക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ വടക്ക് ഭാഗം ദർശനമുള്ള വീട്ടുകാർ കുറച്ച് കാര്യം നമ്മളൊന്ന് ചെയ്തേണ്ട അത്യാവശ്യമാണ്. ഒന്ന്, നമുക്ക് അവിടെ ചെയ്തിട്ട് സൗഹാർദ്ദവും വർദ്ധിപ്പിക്കുന്നതിന് സന്തോഷകരമായ ഒരു രീതിയൊക്കെ, സന്തോഷകരമായ ഒരു ജീവിതത്തിനൊക്കെ വേണ്ടി നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ബുദ്ധനെ മീൻസ് ഒരു ലാഫിംഗ് ബുദ്ധ നമുക്ക് ഇപ്രാവശ്യം വീടിൻ്റെ വടക്ക് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് ബ്ലൂ കളർ സ്കിൻ ഏറ്റവും കൂടുതൽ, ഡാർക്ക് ബ്ലൂവോ അല്ലെങ്കിൽ ബ്ലാക്കോ ഏറ്റവും കൂടുതൽ നോർമലി വടക്കെന്ന് പറയുമ്പോൾ ജലത്തിൻ്റെയാണ്. അപ്പോൾ ഈ 7 എന്ന് പറയുന്നതിൻ്റെ ആ ഒരു എനർജിയെ കുറയ്ക്കുവാൻ വേണ്ടി നമുക്ക് ഇതാണ് ഏറ്റവും നല്ലതായിട്ട് വരുന്നത്. ബ്ലൂ ഓർ ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ നമുക്ക് കൂടുതലായിട്ട് അവിടെ യൂസ് ചെയ്യാം. സോൾട്ട് വാട്ടർ ക്യൂർ നമുക്കവിടെ ഉപയോഗിക്കാം. സോൾട്ട് വാട്ടർ ക്യൂർ എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോൾട്ട് വാട്ടർ ക്യൂർ എങ്ങനെയാണ് ചെയ്യേണ്ടതും, പൊടിയുപ്പും സെറാമിക് പ്ലേറ്റും ഗ്ലാസും വെച്ച് അതിനകത്ത് പൊടിയുപ്പിട്ടതിന് ശേഷം ചൈനീസ് കോൻ അല്ലെങ്കിൽ അതുമായിട്ടുള്ള മെറ്റൽ ഐറ്റങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ആ ഒരു രീതി കറക്റ്റ് ചെയ്തെടുക്കുന്നത് ഞാനൊന്ന് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം വടക്ക് ഭാഗത്ത് നമുക്ക് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്തേ പറ്റും. കാരണം വെച്ചാൽ ഈ 7 എന്ന് പറയുന്ന സാധനം വളരെ ദോഷകരമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വടക്ക് ഭാഗത്ത് വീടിൻ്റെ എൻട്രൻസ് വടക്കാണെങ്കിൽ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇടത് സൈഡിൽ ഒരു ബ്ലൂ കളർ ബക്കറ്റിനകത്ത് നിറച്ച് വെള്ളം നിറച്ച് വയ്ക്കുക. ഒരു വർഷത്തേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് വെച്ച തെക്ക് ഭാഗത്താണ്. ഈ വരുന്ന 2025 ജനുവരി മാസം 27-ാം തീയതി മുതൽ അത് വയ്ക്കേണ്ടത് വടക്ക് ഭാഗത്താണ് അത് വയ്ക്കേണ്ടത്. എപ്പോഴും വെള്ളം നിറച്ച് വയ്ക്കുക. അതിനകത്ത് ചെറിയ എന്താ പറയുക, വെള്ളം മാറ്റിയൊന്നും വേണ്ട, ഒരു സാമാന്യം വലിപ്പമുള്ളൊരു ബക്കറ്റിലോ ഡ്രമ്മിലോ എന്തെങ്കിലുമൊക്കെ വെള്ളം നിറച്ച് വെച്ചേക്കുക. അതിനകത്ത് കൂത്താടിയൊന്നും വരാതിരിക്കുക, കുറച്ച് മീനോ എന്തെങ്കിലും ഇട്ടുള്ളൂ, അല്ലെങ്കിൽ താമരയൊക്കെ ഇട്ട് വെച്ച് താമരക്കുളം പോലെയൊക്കെ നമുക്ക് അവിടെ വയ്ക്കാൻ പറ്റും. വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഇറങ്ങിപ്പോകുന്നതിൻ്റെ ഇടത് ഭാഗത്താണ് വയ്ക്കേണ്ടത് വടക്ക് ദർശനമുള്ള വീട്ടുകാർക്ക്. അല്ലാത്തവർ വീടിൻ്റെ വടക്ക് ഭാഗത്ത്, നിങ്ങളുടെ വീട് എങ്ങോട്ടാണോ ഇരിക്കുന്നത്, തെക്ക് ദർശനമുള്ള വീടായിക്കോട്ടെ, കിഴക്ക് ദർശനമുള്ള വീടായിക്കോട്ടെ, പടിഞ്ഞാറ് ദർശനമുള്ള വീടായിക്കോട്ടെ, നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് കുറച്ച് വെള്ളം നിറച്ച് ഇപ്രാവശ്യം ഈ പറയുന്ന 2025 വച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ഈ 7 എന്ന് പറയുന്ന ആ റോബറി സ്റ്റാറിൻ്റെ എഫക്റ്റിനെ കുറയ്ക്കുവാൻ ഏറ്റവും നല്ലൊരു റെമഡിയാണത്. വടക്ക് ഭാഗത്ത് അങ്ങനെ ചെയ്യുക. വളരെ ഈ ജലഘടകങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ 7 എന്ന് പറഞ്ഞതിനെ മാറ്റാൻ പറ്റും. 5 എന്ന് പറയുന്നത് എൻ്റെ കൂടെ ചേരുന്നൊരു ഇതാണ്. അപ്പം അതൊന്ന് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഒരു 1-2 ഭാഗങ്ങളൊക്കെ വളരെ നമുക്ക് സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട ഇതാണ്. അപ്പോൾ വീടിൻ്റെ വടക്ക് അടുത്ത ഇടയ്ക്കുള്ള സമയത്ത് ഞാൻ വടക്ക് കിഴക്ക് ഭാഗത്തെക്കുറിച്ച് പറഞ്ഞുതരാം. വടക്ക് കിഴക്കെന്ന് പറയുമ്പം 5-3 എന്ന് പറഞ്ഞ കോമ്പിനേഷനൊക്കെയാണ് വരുന്നത്. അതും ഇതേപോലെ തന്നെ കുറച്ച് പ്രശ്നമുള്ള ഒരു ഇതാണ്. 5-3 കോമ്പിനേഷനൊക്കെ വരുന്ന സ്ഥലം 5നെ കുറയ്ക്കുവാൻ വേണ്ടി 3യെ നിയന്ത്രിക്കുവാനൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. മെറ്റൽ എനർജിയാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം ദർശനമുള്ള വീടുകളോ, അല്ലെങ്കിൽ ചില വീടുകളിൽ കിഴക്കോട്ടായിരിക്കും വീടിൻ്റെ മുഖം വരുന്നത്, പക്ഷേ അവർ വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കും അവർ ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യും. ചില വീടിൻ്റെ ദർശനം വടക്കോട്ടായിരിക്കും, അതേപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കും അവരുടെ സിറ്റ് ഔട്ടോ ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഈ 2
വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ 2 കിഴക്ക് ദർശനമുള്ള വീടിലോ വടക്ക് ദർശനമുള്ള വീടിലോ വടക്ക് കിഴക്ക് ഭാഗത്ത് ഡോറ് വരുന്ന ആൾക്കാർക്കെല്ലാം ഇത് ബാധിക്കും. ഇത് ബാധിക്കുമെന്ന് പറയുമ്പോൾ 5-3 എന്ന് പറയുന്നൊരു കോമ്പിനേഷനാണ് അവിടെ വരുന്നത്. നക്ഷത്ര 5 എന്ന് പറയുന്ന വളരെ ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വടക്കും 5 വരുന്നുണ്ട്, അതേപോലെ തന്നെ വടക്ക് കിഴക്കും 5 വരുന്നുണ്ട്. ഈ 5 എന്ന് പറയുന്ന എനർജി ഒരു ഇന്നർ സ്റ്റാറാണ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്കത് പണി കിട്ടുവാനുള്ളൊരു നക്ഷത്രം കൂടിയാണ്. വടക്ക് ഭാഗത്ത് 5 യെല്ലോ എന്ന് പറയുന്നൊരു ഇതാണ് നമുക്ക് പ്രാവശ്യം വരുന്നത്. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധിക്കണം. അതിനുള്ള റെമഡി എന്ന് പറയുമ്പം നമുക്ക് കളറൊക്കെ ആണെങ്കിൽ വെള്ള കളർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മറ്റേ സിൽവർ കളറൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഒരു ജെയ്ഡ് നമുക്ക് അവിടെ ആ ഭാഗത്ത് സൂക്ഷിക്കുന്നത് ഏറ്റവും നല്ല. ജെയ്ഡ് എന്ന് പറയുമ്പം ഗ്രീൻ ഷെയ്ഡുള്ള സ്റ്റോണൊക്കെ ഉണ്ട്. ജെയ്ഡിലുള്ള എന്തെങ്കിലും ഒരു ഐറ്റം, ലാഫിംബുദയോ മറ്റെന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ നമുക്കിവിടെ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതേപോലെ തന്നെ 3A, അതായത് 5-3 എന്നുള്ള കോമ്പിനേഷനാണ്. 3 എന്ന് പറയുന്നത് അവിടെ ധാതു മരമാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ആ രീതിയിലൊക്കെ നമുക്ക് മെറ്റൽ ഐറ്റങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്കവിടെ ഉപയോഗിക്കാം. സിംഗിങ് ബോൾ അല്ലെങ്കിൽ ബെല്ല് ഇതൊക്കെ നമുക്കവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെറ്റൽ ഉലു നമുക്കവിടെ ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് ആ ഭാഗത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. വടക്ക് ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യം ഡാർക്ക് ബ്ലൂ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റോൺസൊക്കെ ഇപ്രാവശ്യം വടക്ക് ഭാഗത്ത് ഉപയോഗിക്കുക. അതിൻ്റെ വടക്ക് ഭാഗത്ത് ഇറങ്ങുമ്പോൾ നമ്മൾ ഇടത് സൈഡിലൊരു വെള്ളം വയ്ക്കുക, അല്ലെങ്കിൽ വീടിൻ്റെ വടക്ക് ഭാഗത്ത് കുറച്ച് വെള്ളം വയ്ക്കുക. രണ്ടാമത് വടക്ക് കിഴക്ക് ഭാഗത്ത് മെറ്റൽ ഐറ്റങ്ങൾ കൂടുതലായിട്ട് ഇപ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നെഗറ്റീവ് എഫക്റ്റിനെയൊക്കെ നമുക്ക് കുറച്ച് മെറ്റൽ ഐറ്റം ഉപയോഗിക്കാൻ പറഞ്ഞാൽ വിൻചെയിംസൊന്നും അവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. പകരം ഉലു നമുക്ക് ഉപയോഗിക്കാം. ഉലു എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അസുഖങ്ങളൊക്കെ മാറ്റുവാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഉലു എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ അവിടെ ഉപയോഗിക്കാം. ബെല്ലുകൾ നമുക്ക് ഉപയോഗിക്കാം. ബെല്ലെന്ന് പറഞ്ഞാൽ സാധാരണ മണി, ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിലൊരു മണി തൂക്കാൻ പറ്റും, അതേപോലത്തെ മണിയൊക്കെ വീട്ടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഉപയോഗിക്കാം. അതേപോലെ സിംഗിങ് ബോൾ എന്ന് പറയുന്ന സാധനം ഞാൻ പണ്ടൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ശബ്ദം കേൾക്കുന്ന സ്വിമ്മിംഗ് ബോൾ വെറും ഷോയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. സ്വിമ്മിംഗ് ബോളിന് വേറെ ഉപയോഗമുണ്ട്. വീടിന് ചുറ്റും നമുക്ക് വീടിനകത്ത് തന്നെ അതിൻ്റെ ശബ്ദം, ആ ഒരു ഹൗളിംഗ് ശബ്ദം നമ്മൾ വീട്ടിൽ കേൾപ്പിച്ച് കഴിഞ്ഞാൽ വളരെ, അതേപോലെ സ്വിംഗ് ബെല്ലും ഉണ്ട്, അത് നമുക്ക് ആ ഭാഗത്ത് ഉപയോഗിക്കാം. അപ്പം ഈ വടക്ക് കിഴക്ക് ഭാഗവും നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുക. അതേപോലെ വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നൊക്കെ ആരംഭിക്കാതിരിക്കുവാൻ ഇപ്രാവശ്യം വളരെ ശ്രദ്ധിക്കണം. വളരെ അത്രയും ഇതായിട്ടുള്ള സ്ഥലമാണ് വടക്ക് കിഴക്കും. അതേപോലെ തന്നെ വടക്ക് ഭാഗവും 2-5 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം വളരെ ശ്രദ്ധിക്കുക. കാരണം ഫെങ്ഷുയി എന്ന് പറയുന്ന സാധനം, വീട് വാസ്തു എന്ന് പറയുന്നത് തന്നെ ഒരു വ്യക്തിയുടെ തലവര മാറ്റാനുള്ള കഴിവാണ് വാസ്തുവിനുള്ളത്. നമുക്ക് വീട് സൂട്ടബിളായാൽ, അല്ലെങ്കിൽ വീട് നമുക്ക് അനുയോജ്യമായാൽ നമ്മൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും അത് സക്സസ് ആവുമെന്നാണ് പലവരുടെ അനുഭവമാണ്. ഞാനിപ്പോൾ 28 വർഷമാകാൻ പോവാണ്. ഞാനിപ്പോൾ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് 28 വർഷമാകുന്നുണ്ട്. അപ്പോൾ ഓരോ വീടുകളും ചെന്ന് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റം വളരെ നല്ലൊരു മാറ്റമാണ്. നമുക്ക് നിസ്സാരമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് അവിടുത്തെ മാറ്റത്തെ വളരെ രീതിയിലെടുക്കാൻ പറ്റും. ഒരു വീട്ടിൽ 4 ദിശകളും 4 കോണുകളുണ്ട്, ടോട്ടൽ 8 ഇതിൽ ആ വീട്ടിൽ താമസിക്കുന്ന ഓരോരുത്തർക്കും 4 മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടും, 4 നെഗറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. അത് നമ്മളൊന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഏതൊക്കെ ഭാഗത്താണ് പോസിറ്റീവ് എനർജി കിട്ടുന്നത്, ആ ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ, അതനുസരിച്ച് നമ്മൾ അതെങ്ങനെ ഫിൽട്ടർ ചെയ്യാം. സാധാരണ ഫെങ്ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ആ ഒരു എനർജി ലെവൽ നമ്മൾ കറക്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ താമസിച്ചു തുടങ്ങി നമുക്ക് വളരെ നല്ലൊരു മാറ്റം ഉണ്ടാവും. കാരണം പല ആൾക്കാരും പറയും, സാറേ ഞാൻ ഇന്ന വീട്ടിലോട്ട് ചെന്ന് കയറിയപ്പം നമുക്ക് സാമ്പത്തികം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് കാണുന്നത്. അതൊക്കെയാണ് അവരുടെ പറച്ചിൽ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച്, നമുക്ക് കാശ് വയ്ക്കേണ്ട പോയിൻ്റ് ഉണ്ട്, നമ്മൾ വീട്ടിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ട സ്ഥലമുണ്ട്, എങ്ങോട്ട് തിരിഞ്ഞിരുന്ന് കിടന്ന് ഉറങ്ങണം, അത് നമുക്ക് നോക്കണം. നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്തിൻ്റെ പോയിന്റിലോട്ടാണ് നമ്മൾ തലവെച്ച് കിടക്കേണ്ടത്. അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ നമുക്ക് വെൽത്തിൻ്റെ സ്ഥലമുണ്ട്, ഹെൽത്തിൻ്റെ ഉണ്ട്, ഓരോന്നിനും ഓരോ സ്ഥലങ്ങളുണ്ട്. 4 ദിശകൾ 4 ഇതായിട്ട് നമുക്ക് കണക്കാക്കി എടുക്കാൻ പറ്റും. അതനുസരിച്ച് നമ്മൾ വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ, അത് വാടക വീടായിക്കോട്ടെ, വാടക വീടായിരുന്നാലും നമ്മൾ ഒരു ദിവസം താമസിക്കുന്ന സ്ഥലം പോലും നമ്മൾ കയ്യിലൊരു കോമ്പസ് ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി, ഞാൻ അങ്ങോട്ട് തലവെച്ച് കിടക്കാം, മനസ്സിലാകുന്നുണ്ടല്ലോ. ഈ രീതി അനുസരിച്ച് നമ്മൾ നോക്കിയാൽ ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആണ്. കാരണം വാസ്തു എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഈ എനർജി ലെവൽ നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഹോസ്പിറ്റൽ, നമ്മുടെ ഓഫീസായിരുന്നാൽ പോലും, ഒരു ഓഫീസിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തോട്ട് നമ്മൾ തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓഫീസ് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന അതെല്ലാം നഷ്ടപ്പെട്ടു പോകും, സകലതും നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്
നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നിങ്ങളുടെ കോ നമ്പർ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ആ കോ നമ്പർ അനുസരിച്ച് നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് പോസിറ്റീവ് എനർജി കിട്ടുന്നത്, അവിടെയൊക്കെ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് സംശയം എന്നെ വിളിച്ചോളൂ. ഓൺലൈൻ കൺസൾട്ടിങ് ആണെങ്കിൽ ചെറിയൊരു ഫീസ് അതിനകത്തുണ്ട്. നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും. വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തുതരാം. ഇപ്പം നാളെ ഞാൻ മിക്കവാറും ചോറ്റാനിക്കര ആ ഭാഗത്തൊക്കെ നാളെ വരുന്നുണ്ട്. അപ്പം അതനുസരിച്ച് നിങ്ങളുടെ വീട് നോക്കി കറക്റ്റ് ചെയ്ത് തരാം. ഏതായിരുന്നാലും നമ്മുടെ തലവര മാറും. ഓക്കെ, സൂര്യദേവയുടെ കുബേരാശ്രമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ശനിയാഴ്ച നടക്കുന്ന കുബേര പൂജയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കുക. കൂടാതെ വിഷ്ണുമായയുടെ പ്രതിഷ്ഠ നമ്മൾ കുബേരാശ്രമത്തിൽ ക്ഷേത്രത്തിലോട്ട് മാറ്റുകയാണ്. വിഷ്ണുമായയുടെ പ്രതിഷ്ഠ മാറ്റുമ്പോൾ നമുക്ക് എല്ലാവർക്കും നിങ്ങളതിനോട് സഹകരിക്കുക, എല്ലാവരും സഹകരിക്കുക. ഓക്കെ, അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം. ഓക്കെ, കാണാം, പിന്നെ കാണാം, വീണ്ടും കാണാം. ഓക്കെ, ശരി, നമസ്തേ.